ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രാഗൺ ചിക്കൻ ആണ്. മൈ നെയിം ഈസ് സലൻ. വെൽക്കം ടു മൈ ചാനൽ. ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായി കഴുകി വൃത്തിയാക്കിയ 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് എങ്ങനെയാണ് മാരിനേഷൻ ചെയ്യുന്നത് നോക്കാം. അതിനായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 200 മില്ലി ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ സോസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് സോസിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കണം സോസ് റെഡിയാക്കി എടുക്കാൻ. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 10 കാഷ്നട്ട്സും 3 ഉണക്കമുളകും ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയും ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വരട്ടിയെടുക്കുക. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നല്ല രീതിയിൽ വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക.